ഫലസ്തീൻ വിഷയത്തിനൊപ്പം ഇന്നലകളിലായി സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായ ചർച്ച തട്ട വിഷയത്തിലാണ്. ഏതൊരുത്തൻ തട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഏതൊരു സ്ത്രീ തൻ്റെ തട്ടമൂരിയതിൻ്റെ പേരിലുമൊക്കെ ഇസ്ലാമിനെ കരിവാരി തേക്കാനുള്ള ശ്രമം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീയുടെ തട്ടമൂരിയതിൻ്റെ പേരിൽ ഒരിക്കലും ഇസ്ലാം താഴാനോ പോകുന്നില്ല, ഇസ്ലാം തകരാനോ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ നിയമപുസ്തകങ്ങൾക്കെതിരായി, ഇന്ത്യയുടെ നിയമത്തിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് തക്കതായ ശിക്ഷ ആ നിയമ കോടതികൾ അവന് വെച്ച് നൽകുന്നുണ്ട്. അത് ഏത് രാഷ്ട്രത്തിൻ്റേതാവട്ടെ, അത് ഏത് കമ്പനിയുടേതാവട്ടെ, എന്തായാലും തന്നെ. അതുപോലെ തന്നെ ഓരോ മതങ്ങൾക്ക് നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കൽ ആ മതവിശ്വാസിയുടെ അനിവാര്യമായ ഘടകമാണ് എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾക്ക് ഒരു മാറ്റം വരാനോ പോകുന്നില്ല. ആയത്തുകൾക്ക് മറിച്ചൊരു തിരുത്തു വരുത്താനോ പോകുന്നില്ല. എന്താണോ ഇസ്ലാം പറഞ്ഞത് അതിൻ്റേതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിന് ഒന്നും വരാൻ പോകുന്നില്ല. അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കുക.